സർവോ വിജ്ഞോപശാന്തയേ. ഓം. ഓം ശുക്ലാം വരദരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേതു സർവോ വിജ്ഞോപശാന്തേ. ഓം. കർക്കടകം, വൃശ്ചികം, മീനം, ധനു, മകരം. ഭഗവാനെ, ആരുടം രാശി ഫലപ്രവചനം അസാധ്യം. കർക്കടകം, വൃശ്ചികം, മീനം, ധനു, മകരം. ആരുടം മറഞ്ഞ രാശി. ഭരതന്റെ ജാതകത്തിൽ കാണുന്നതെല്ലാം അമാനുഷികങ്ങളാണ്. ഇവൻ ദേവനാണോ അസുരനാണോ എന്ന് നിർണയിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇവൻ ആധുനിക രാമനാകാം അഥവാ രാവണനാകാം, ദിവ്യനാഗമാകാം അണലിയാകാം, ദിവ്യ നന്ദിയാകാം കുറുക്കനാകാം. ഇതൊരു ഭീകരമായ അവസ്ഥ. ഈ നിഗൂഢതയുടെ ചുരുളഴിക്കാൻ മറ്റു കർമ്മങ്ങളൊന്നുമില്ലേ? നടുക്കളത്തിൽ പല്ലി വീണിരിക്കുന്നു. ഒരു സംശയവും വേണ്ട, ഭരദേവങ്ങളാൽ അയക്കപ്പെട്ടവനാണ്. അവിടെ മേൽ പല്ലി വീണതുപോലെ നമ്മുടെ സംസ്കാരത്തിന്റെ ശത്രുക്കളുടെ മേൽ അവൻ ചാടി വീഴും, അവരെ കീഴടക്കും. മോളിൽ നിന്ന് വീണ പല്ലി സൂചിപ്പിക്കുന്നത് അവൻ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സന്തതിയാണെന്നാണ്. പക്ഷെ അവന് പൂണൂലില്ലല്ലോ. ഭഗവാൻ കൃഷ്ണനും പൂണൂലുണ്ടായിരുന്നില്ല. സംസ്കൃതം, പുരാണം എന്നിവയിൽ അവനുള്ള പരിജ്ഞാനം വളരെ കുറവാണ്. അവതാരങ്ങൾ ബ്രാഹ്മണരുടെ കർമ്മമണ്ഡലങ്ങളിലേക്ക് ഇഴഞ്ഞു കയറാറില്ല. അവന്റെ ദൗത്യം സാക്ഷാത്കരിക്കുന്നതിൽ എനിക്കുള്ള പങ്ക് എന്താണെന്നാണ് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നത്? നടുക്കളത്തിൽ വീണ പല്ലി സൂചിപ്പിക്കുന്നത് ഈ ദിവ്യ യുവാവിന്റെ ദൗത്യത്തിൽ മനയുടെ കാരണവരുടെ പങ്കാളിത്തം വളരെ സുപ്രധാനമാണെന്നാണ്. എന്റെ വിശ്വസ്തതയ്ക്ക് ദൈവങ്ങൾ കൂലി നൽകി. നന്ദി ദൈവങ്ങളെ.